Hi friends, welcome to Commerce Bytes. I hope you people are all doing well. ആൻഡ് ഈ ചാനലിലേക്ക് പുതിയതായി വന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുടെ ഈ ഒരു ചാനൽ കേരള സെറ്റ് 2021 കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, സോ നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ 11 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 10 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പേപ്പർ 1 വേണ്ടി എക്സ്ക്ലൂസീവ്ലി ആണ്. അത് ചാപ്റ്റർ വൈസ് ആയിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഈസിലി ആക്സസിന് വേണ്ടിയിട്ടാണ്. സോ മിസ് ഔട്ട് ചെയ്തവർ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ എന്നോട് കുറേ അധികം സ്റ്റുഡൻസ് പറഞ്ഞതാണ്, മാമിൻ്റെ ഡെയിലി ടോപ്പ് മിനി സീരീസാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടൊരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ആൻഡ് ഐ പ്രിഫർ യു ദാറ്റ് ഡെയിലി ടോപ്പ് മിനി സീരീസ് ടു മസ്റ്റ് വാച്ച് ദാറ്റ് വീഡിയോസ് ബിക്കോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനൊരു 95% ടോപ്പിക്സ് ആ ഒരു വീഡിയോസിൽ തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യം അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി തന്നെ കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ടു മൈ കൊമേഴ്സ് സ്റ്റുഡൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ആ രീതിയിൽ തന്നെ പോയിക്കോട്ടെ, ആ സ്പിരിറ്റിൽ തന്നെ കൊണ്ടുപോയിക്കോളൂ. നമ്മൾ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ സോഴ്സും എല്ലാ ഇൻഫർമേഷൻസും അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും നമ്മൾ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. പിന്നെ എന്നോട് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിരുന്നു, മാഡം ഞങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നുള്ളതറിയാം, പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ഇയർ ഒന്ന് സ്പെസിഫൈ ചെയ്യൂ എന്ന് മെൻഷൻ ചെയ്തിരുന്നു. സോ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ആൻഡ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സിൻ്റെ സെക്ഷനിൽ നിന്ന് 12 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. യെസ്, റെഡി. ഫസ്റ്റ് പോയിന്റ്, മിനിമം സബ്സ്ക്രിപ്ഷൻ. നമ്മൾ ഷെയർസ് പഠിക്കുമ്പോൾ തുടങ്ങി കേൾക്കുന്ന ഒരു ടേമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. സോ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? സോ മിനിമം സബ്സ്ക്രിപ്ഷൻ ഇസ് ദ മിനിമം എമൗണ്ട് ടു ബി കളക്റ്റഡ് ബൈ ദ പബ്ലിക് കമ്പനി ഓൺ ഇറ്റ്സ് പബ്ലിക് ഇഷ്യൂ ഓൺ ദ ഷെയർസ്. പബ്ലിക് കമ്പനി അതിന് പബ്ലിക്കായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് അവർ കളക്ട് ചെയ്യേണ്ട ഒരു മിനിമം എമൗണ്ടിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർക്കും മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഫോർ കാൽക്കുലേറ്റിംഗ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബൈ yield മെത്തേഡ് എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് യൂസ് ചെയ്യേണ്ടത് ഫോർ കാൽക്കുലേറ്റിംഗ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബൈ yield മെത്തേഡ്. yield മെത്തേഡിൽ നമ്മൾ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ, so now let's move to the next one. Moving to the next point, that is vendors issued fully paid up shares of rupees 1 lakh in consideration of net assets 80,000. അപ്പോൾ ബാലൻസ് എങ്ങോട്ടേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻഡേഴ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1 lakh ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ്. ഓക്കെ, അതിൽ നെറ്റ് അസറ്റ്സ് 80,000 ആണെങ്കിൽ ബാലൻസ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്? ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഓക്കെ, 80,000 നെറ്റ് അസറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് നമ്മൾ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്യും. അത് ഗുഡ് വിൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ബാലൻസ് ഓഫ് ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ട്രാൻസ്ഫർ ടു. ബാലൻസ് ഓഫ് ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട്. ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർ എന്തായാലും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് അതിനൊരു 2-3 സെൻറ്റൻസിലുള്ള ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, സോ ദിസ് വിൽ ബി യുവർ ഹോംവർക്ക്. ഈ പറയുന്ന ഹോംവർക്ക്സ് നിങ്ങളൊന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് നോട്ട് ഡൗൺ ചെയ്ത് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ ഈ പറയുന്ന ഹോംവർക്കിലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, എന്താണ് ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരു 4 ഓപ്ഷൻസ് തരും. ഓക്കെ, അതുകൊണ്ട് ചാൻസ് ഓഫ് റിസ്ക് നിങ്ങൾ എടുക്കരുത്. എന്തായാലും ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് എന്താണെന്നുള്ളത് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, സോ ബാലൻസ് ഓഫ് ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ട്രാൻസ്ഫർ ടു.
ഡിബഞ്ചറിലേക്കുള്ളത് നമ്മൾ റിഡംഷൻ നടത്തി, അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ വിൽ ബി ജനറൽ റിസർവ്. ഡിബഞ്ചർ സിങ്കിങ് ഫണ്ടിൻ്റെ ബാലൻസ് നമ്മൾ റിഡംഷൻ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് കൊണ്ടുപോകുന്നത് ജനറൽ റിസർവിലേക്കാണ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ്. മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്. ഈ ഒരു പോയിൻറ്റിൽ നിങ്ങൾക്കൊരു സീക്രട്ട് ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതായത് പോയിൻ്റ് ഇങ്ങനെയാണ്: ബാലൻസ് ഇൻ ഇഷ്യൂ ഓഫ് ഷെയർ പ്രീമിയം അക്കൗണ്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ഇവിടെ അറ്റ് ദ ടൈം ഓഫ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. നിങ്ങൾ എന്താണ് ഇവിടെ ഒരു സീക്രട്ട് ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവും. അതായത് ഇപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ കണ്ടു എന്ന് വിചാരിക്കൂ. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. 4 ഓപ്ഷനിൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പ്രോബബ്ലി ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഉൾട്ടേ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ആ ഒരു സെൻറ്റൻസിൽ, അതായത് നമ്മൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ്, ആ ഒരു ടേം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ എന്നായിരിക്കും. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഉൾട്ടായിട്ട് ഈ ഇയറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, 2018 തന്നെ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പുറകെ വരുന്നുണ്ട്, നമുക്കതിനെ നോക്കാം. സോ നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്. ഓഫ് 2 കമ്പനീസ് വൺസ് എക്സിസ്റ്റ്. 2 കമ്പനീസ് ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ആൻസർ എന്താണ്? അബ്സോർപ്ഷൻ. 2 കമ്പനീസ് വൈൻഡ് അപ്പ് ന്യൂ കമ്പനി ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? അമാൽഗമേഷൻ. ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു പോർഷനാണ് കേട്ടോ ഇത്. അബ്സോർപ്ഷൻ, അമാൽഗമേഷൻ, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഇല്ലേ, അത് അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പോർഷനാണ്. എല്ലാ പ്രാവശ്യവും ആ ഒരു സെക്ഷനിൽ നിന്ന് മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു. അതും നിങ്ങൾ ഈ ഒരു രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഓഫ് 2 കമ്പനീസ് 1 എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അബ്സോർപ്ഷൻ. 2 കമ്പനീസ് വൈൻഡ് അപ്പ് ചെയ്തു, അതിൽ നിന്ന് പുതിയൊരു കമ്പനി ഫോം ചെയ്തെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് അമാൽഗമേഷൻ. ഓക്കെ, 1 കമ്പനി പർച്ചേസസ് മെജോറിറ്റി ഓഫ് ഷെയർ ഓഫ് അനദർ, അതിനെയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സബ്സിഡറി കമ്പനീനെ എന്ത് പറയും? ഒരു കമ്പനീനെ നമ്മൾ സെല്ല് ചെയ്തു. ഓക്കെ, നമ്മൾ അതിൻ്റെ മൈനോറിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നതിന് നമ്മൾ സബ്സിഡറി കമ്പനി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി. അണ്ടർസ്റ്റുഡ്? ഇനി സെയിം കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. എന്താണ്? സെയിം കമ്പനി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ആർ യു ഓൾ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്. ഇതിലാണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത് നിർത്തിയത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ തൊട്ട് മുന്നത്തെ പോയിൻറ്റിൽ, അതായത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ക്യാപിറ്റൽ റിഡക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വരുമ്പോൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആവും. അതുപോലെ തന്നെ ഉൾട്ടയാണ് എന്ന് ആ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: അക്യുമുലേറ്റഡ് ലോസസ് അണ്ടർ ദ സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ ആർ റിട്ടൺ ഓഫ്. കണ്ടോ, റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് പോർഷനിൽ ആ ഒരു സെൻറ്റൻസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോർഷൻ എന്നുള്ള രീതിയിൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. ആ റീകൺസ്ട്രക്ഷൻ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഓപ്ഷനിൽ എന്താണ് നോക്കേണ്ടത്? ക്യാപിറ്റൽ റിഡക്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഐ ഹോപ്പ് ദിസ് ട്രിക്ക് വിൽ വർക്ക്സ് യു വണ്ടർ. ദാറ്റ്സ് ഇറ്റ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്. കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. എല്ലാം നമ്മൾക്ക് കാണാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾക്ക് കാണുന്ന രീതിയിലായിരിക്കണം അവർ എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. എല്ലാ ഇൻഫർമേഷനും നമുക്ക് വിസിബിൾ ആയിരിക്കണം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അക്കൗണ്ട്സ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഈ പോയിൻറ്റ്സിൽ തന്നെയുണ്ട്. അതായത് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോ, അത് കൺസർവേറ്റിസം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആയിരിക്കും. ഓക്കെ, വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് സി വെച്ച് തുടങ്ങുന്നില്ലേ, അപ്പോൾ കൺസർവേറ്റിസം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് കൺസർവേറ്റിസം, സി എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടതില്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ടേക്കൺ ആസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ദ ബിഗിനിങ്.
അത് ഏത് ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിളിൻ്റെ എക്സാമ്പിളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൺസിസ്റ്റൻസിയുടെ എക്സാമ്പിളാണ്. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസിങ് സ്റ്റോക്ക് കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറും. ക്ലോസിംഗ് സ്റ്റോക്ക് പിന്നെയും അത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻകം റൗണ്ടഡ് ടു നിയറസ്റ്റ് റുപ്പി. ഇപ്പോൾ ഒരു 999 എന്നുള്ളത് നമ്മൾ 1000 എന്ന് നമ്മൾ അങ്ങ് റൗണ്ട് ഓഫ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെയാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഡ്വൽ ആസ്പെക്റ്റ് അല്ലേ. ഈ ഞാൻ പറഞ്ഞ ഈ 4 പോയിൻറ്റും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം മിക്കപ്പോഴും ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു പോയിൻ്റാണ് ഇത്. അതായത് ഇപ്പോൾ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ തന്നെ കൺസർവേഷനിസം, ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ടേക്കൺ ആസ് എ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ദ ബിഗിനിങ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് കൺസിസ്റ്റൻസി. ആൻഡ് ഇൻകം റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് റുപ്പി എന്ന് പറയുമ്പോൾ അത് മെറ്റീരിയാലിറ്റി. ആൻഡ് assets is equal to liability എന്ന് പറയുന്നത് ഡ്വൽ ആസ്പെക്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് വി ഹാവ് ടു മെൻഷൻ ഇസ് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത്. അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് അതൊരു എക്സ്പെൻസ് അല്ല. ഓക്കെ, ബിക്കോസ് നൈദർ ഡിക്രീസ് ഇൻ അസറ്റ് നോർ ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി. നമ്മളുടെ അസറ്റ്സ് കുറയുന്നുമില്ല, അതുപോലെ നമ്മളുടെ ലൈബിലിറ്റീസ് കൂടുന്നുമില്ല. ഓക്കെ, സോ സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അല്ല, ബിക്കോസ് ഇറ്റ് നൈദർ ഡിക്രീസസ് അസറ്റ്സ് നോർ ഇൻക്രീസസ് ദ ലൈബിലിറ്റി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. That's it. Thank you.